നമ്മൾ എലിമിനേഷനിലോട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനി തുടർന്നുള്ള ഈ ഒരു അഗ്നിപരീക്ഷയുടെ യാത്രയിൽ ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നതെന്ന് നിങ്ങൾ ജഡ്ജസിനോട് പറയാം. സോ ഇറ്റ്സ് ടൈം ഫോർ എലിമിനേഷൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദർ. ഹായ്, ഗെയിം കാര്യങ്ങളൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്. മാക്സിമം എഫർട്ട് ഇട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കളിക്കാൻ കഴിയുമെന്നുണ്ട്. പിന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു ടീം അത് നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ ഗെയിമിലും എനിക്ക് കൂടുതൽ വിശ്വാസമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എവിക്ഷൻ നേരിടുന്നത് ഇവിടെ വന്നതിന് ശേഷം. ഞാൻ എൻ്റെ ടീമിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്ന ടീമൊന്നും ഇതുവരെ തോറ്റിട്ടില്ല. അത് ഞാനും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ടീമും ജയിച്ചതെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരുടെ ആൺകുട്ടികളുടെ പ്രതിനിധി മാത്രമാണ്. എനിക്ക് ഒരു തല്ലുപിടി എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സമൂഹത്തിന് ഒരുപാട് മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഒരുപാട് പേരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനും അവരിലേക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനും പറ്റും. അതാണ് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആയിട്ടല്ല ജനിക്കുന്നതും നടക്കുന്നതും. എന്തെങ്കിലും ഉണ്ട് പോരായ്മകള്, അതെല്ലാം മോൾഡ് ചെയ്ത് നമ്മളൊരു നല്ലൊരു രൂപമായിട്ട് മാറാനും കൂടി, നമ്മൾ നല്ല സ്വഭാവമായിട്ട് മാറാനും കൂടി ഉള്ള സ്റ്റേജ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ സോന. ഇവിടെയുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെ കഴിഞ്ഞും എനിക്ക് ഒച്ച ഉയർത്തി സംസാരിക്കാനും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റ് കറക്റ്റ് ആണെന്ന് തോന്നിപ്പിക്കാനും അതുപോലെ തന്നെ എന്റെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് പുറത്തേക്ക് കാണിക്കാനും എനിക്ക് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഫ്ലോർ എനിക്ക് ആവശ്യമാണ്. ആൻഡ് ഇറ്റ്സ് മൈ ചാൻസ്. എന്റെ ബെസ്റ്റ് പെർഫോമൻസും അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഓരോരോ വാക്കുകളും അവർക്കൊരു പ്രചോദനമാണെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അവർക്ക് ഒരു കഷ്ടപ്പാടിൽ നിന്ന് കരകയറാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഷിൻജിത്ത്. എനിക്ക് അൺഫെയർ എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ബിഗ് ബോസിൽ വരികയാണെങ്കിൽ ഏറ്റവും സത്യസന്ധമായി ഏറ്റവും ഫെയറായി അതാ അൺഫെയർ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കും. അതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഐ എം നോട്ട് ഫേക്ക്. ഞാനൊരു ജെന്യൂൻ ഗായ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഞാൻ ഇവിടെ ഒരു വേദിയിൽ വന്നിരിക്കുന്നത് കോമ്പറ്റീഷൻ ചെയ്യാനാണ്. സോ ഐ നോ മൈ സിറ്റുവേഷൻ ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാനിവിടെ വന്നത് ജയിക്കാനാണ്, കളിക്കാനാണ്. ഐ എം എ സിംഗിൾ മദർ. 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഒറ്റക്കാണ് എൻ്റെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാനുണ്ട്, മെസ്സേജ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനൊരു സെൽഫ് മെയ്ഡ് വുമൺ ആണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോകാനായിട്ട് ഡിസേർവ് ആണ് ഞാൻ പറയുന്നത്. കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ഈ ഇത്ര ഏജുള്ള സ്ത്രീ, എനിക്ക് അവിടെ ചെന്നാൽ ഞാൻ ഒരുപാട് നമ്മുടെ ജീവിതാനുഭവങ്ങളുള്ളതാണ്. ഇത്രയും പോരാടി ഇവിടം വരെ എത്താന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടും എല്ലാം പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. ഓക്കെ, എന്തായാലും 10 പേരും വൈ യു ആർ ഡിസേർവിങ് എന്നുള്ളത് ജഡ്ജസിനോട് പറഞ്ഞു. അതിൽ ജഡ്ജസ് കൺവിൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ജേർണിയിൽ തുടർന്ന് പോകുമോ അതോ ഇന്ന് ഇവിടുന്ന് ബൈ പറഞ്ഞ് ഇവിടുന്ന് പോവേണ്ടി വരുമോ എന്നുള്ളത് നോക്കാം. സോ ജഡ്ജസ്, എന്തൊക്കെയോ നന്മ പ്രവീണിനുള്ളിലുണ്ട്. പക്ഷെ പ്രവീൺ ഒരു ഷെല്ലിൽ ഇപ്പോഴും ആണ് എന്ന തോന്നൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഐ എം നോട്ട് റിയലി ഷുവർ. Let's see. Are we ready? കേട്ടിരുന്നോ നെഞ്ഞെടുപ്പ്? പ്രവീൺ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ്. ഷിജു ഇന്ന് സംസാരിച്ചത് എനിക്ക് കൺവിൻസ്ഡ് അല്ല. ബട്ട് ഇതുവരെയുള്ള പെർഫോമൻസ് ഐ എം നോട്ട് വെരി കൺവിൻസ്ഡ് വിത്ത് ഷിജുവിൻ്റെ ഇന്നത്തെ സംസാരം. ബട്ട് യുവർ പെർഫോമൻസ് വാസ് റിയലി നോട്ടബിൾ. സോ ഐ സ്വിച്ച് ഇറ്റ്. ഓക്കെ. ഷിജുവിന്റെ പ്രസൻസ് എനിക്ക് വന്ന മുതൽ ഇപ്പം വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ സീ പൊട്ടൻഷ്യൽ ഇൻ യു ആൻഡ് ദാറ്റ്സ് വൈ